ഇസ്രായേലിനെതിരെ അറബ് ലോകം ഒന്നിക്കുന്നു. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയിലും ഒറ്റപ്പെട്ട ഇസ്രായേൽ UN രക്ഷാസമിതി ദോഹയിലെ ആക്രമണത്തെ അപലപിച്ചു. US അടക്കമുള്ള എല്ലാ അംഗങ്ങളും പ്രസ്താവനയെ പിന്തുണച്ചു. അതിനിടെ അടുത്തയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ടേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ചയാണ് ഖത്തർ വിദേശകാര്യമന്ത്രിക്കൊപ്പം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽ താനി US സന്ദർശിക്കുക. അജയ് സുദാബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, ഈ രക്തച്ചൊരിച്ചിലിന് ശേഷം ഇനി എന്ത് എന്നുള്ള വലിയ പ്രസക്തമായ ചോദ്യം അവിടെ നിൽക്കുന്നു. എന്തായാലും ഐക്യരാഷ്ട്ര സഭയിലും ഇസ്രായേൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ്. ഇനി എന്തുണ്ടാകും, എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഐക്യരാഷ്ട്രസഭയുടെ 15 അംഗ രക്ഷാസമിതിയാണ് ഇന്ന് ഖത്തറിലുള്ള ആക്രമണത്തെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഖത്തറിന്റെ പരമാധികാരത്തിന്മേൽ കയറിയിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്രമണവും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇതിനെ ശക്തമായി അപലപിക്കുന്നു എന്നും ഈ 15 അംഗ UN രക്ഷാസമിതി പറഞ്ഞിട്ടുണ്ട്. US ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളും ഈ ഒരു പ്രമേയത്തെ, ഈ ഒരു നിലപാടിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും UN-ലുണ്ടായി. ഇതോടെ UN-ന്റെ ഒരു നിലപാടനുസരിച്ചും ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുപോലെ US-ന്റെ ഒരു നിലപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ മുൻപെല്ലാം കടുത്ത രീതിയിൽ പിന്തുണയ്ക്കുന്ന രാജ്യമായിട്ട് പോലും ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അത് ഇസ്രായേലിനെതിരെയുള്ള ഒരു നിലപാടാണ് US നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. വാഷിംഗ്ടൺ വ്യക്തമാക്കിയത് ഇത്തരമൊരു ആക്രമണം അത് US അറിഞ്ഞുകൊണ്ടല്ല, ഇത്തരത്തിൽ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ US ഇതിനെ എതിർത്തേനെ എന്നും ഈ ട്രംപ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനുശേഷവും ശക്തമായിട്ട് ഇത്തരത്തിൽ എല്ലാവിധ ഒറ്റപ്പെടലുകളും അതുപോലെ US ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞിട്ടും ശക്തമായിട്ട് ഉള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഭീഷണി തുടർന്നുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹം വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇന്നും നടത്തിയിട്ടുള്ളത്. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അത് ഭൂമുഖത്ത് കാണില്ല എന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ അത് നെതന്യാഹു തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് വേഗത്തിലാക്കുമെന്നും പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂമുഖത്ത് കാണില്ല എന്നും അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു. US ഉൾപ്പെടെ ഈ ഇസ്രായേലിനെ എതിർത്ത് പറയുമ്പോഴും ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് നെതന്യാഹു ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ ട്രംപ് ജൂതന്മാരുടെ അടുത്ത സുഹൃത്താണ് എന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ജൂതന്മാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നിലപാടാണ് ട്രംപ് എന്നും സ്വീകരിച്ച് പോന്നിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ പുകഴ്ത്തിയാണ് ഈ നെതന്യാഹു സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്യാമിലുള്ള പുതിയൊരു നടപ്പാതയ്ക്ക് ട്രംപിന്റെ പേര് നൽകുന്നൊരു നീക്കവും അത് നെതന്യാഹു നടത്തിയിരുന്നു. ഇത്തരത്തിൽ US-ന്റെ ഭാഗത്തു നിന്ന് എതിർപ്പ് വരുമ്പോഴും ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് പതിയെ തങ്ങളുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കവും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനിടെ ഖത്തർ പ്രധാനമന്ത്രിയെ അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ വെച്ച് കാണും എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെയാണ് അജയ് നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഒന്ന്, ഇനി എന്താണ് ഖത്തറിന്റെ അടുത്ത പ്രധാനപ്പെട്ട നീക്കം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ ഒറ്റപ്പെടുന്നു ഇസ്രായേൽ എന്നുള്ള സാഹചര്യം വരുമ്പോൾ അപ്പോൾ ഏതു തരത്തിൽ പ്രതികരിക്കാനായിരിക്കും, ഒരു തിരിച്ചടിക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇസ്രായേലിന്റെ ഒരു നീക്കം, ഖത്തറിന്റെ ഒരു നീക്കം അതെങ്ങനെയാണ്? ഒപ്പം ഖത്തർ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കും അല്ലെങ്കിൽ കാണുമെന്ന് പറയുന്നു. അത് എന്തിനായിരിക്കും? ആ കൂടിക്കാഴ്ച ഏതു തരത്തിലായിരിക്കും? ഭവ്യ, അടുത്ത വെള്ളിയാഴ്ചയാണ് ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യമന്ത്രിയും US സന്ദർശിക്കുന്നത്. ഇതിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയെ കാണുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. എന്നാൽ വാഷിംഗ്ടണിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അനുസരിച്ച് ട്രംപുമായിട്ടും കൂടിക്കാഴ്ച നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ ഒരു അജണ്ട എന്താണെന്നുള്ള
എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയാവുക, ഇതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്ത് വിട്ടിട്ടില്ല. എന്നാൽ ഖത്തറിൽ ഈ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ ഇതുൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് വിവരം ലഭിക്കുന്നത്. US മുൻപ് നിർദ്ദേശിച്ച പ്രകാരം ഈ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥത വഹിച്ച 2 രാജ്യങ്ങളിലൊന്നായിരുന്നു ഖത്തർ, മറ്റൊരു രാജ്യം ഈജിപ്ത് ആയിരുന്നു. അപ്പോൾ ഈ മധ്യസ്ഥ ചർച്ചകൾ അതിൻ്റെ അടുത്ത ഘട്ടം ഏത് തരത്തിലാകണം, ഈ ഒരു ആക്രമണം കാരണം ഈ മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ സമാധാന ശ്രമങ്ങൾ അതെല്ലാം നഷ്ടപ്പെടും, അതെല്ലാം താറുമാറാകുമെന്ന് ഖത്തർ അടുത്തിടെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടന്നാൽ ചർച്ചയാകാൻ സാധ്യതയുള്ളത്. എന്തായാലും മാർക്കോ റൂബിയോയുമായിട്ടുള്ള ചർച്ചയിൽ ഉൾപ്പെടെ ഈ സമാധാന ശ്രമങ്ങൾ അതിൽ US-ന്റെ പുതിയ നിലപാട് എന്താണ്, ഖത്തർ ഈ ഇത്തരം ആക്രമണം നടന്നതിന് ശേഷം ഏത് തരത്തിലാകും അവർ ഇസ്രായേലിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഹമാസ് നിലവിൽ അവർ മറ്റ് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ബന്ദികളെ വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയതായിട്ടും അവർ അറിയിച്ചിട്ടില്ല. ബന്ദികളെ വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് അവർ നിലവിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക്, ഇസ്രായേൽ ഈ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇപ്പോൾ അടുത്തതായി ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി തന്നെയാണ്. ഈ ഒരു ഉച്ചകോടിയിൽ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളെല്ലാം ചർച്ച നടത്തും. ഈ ചർച്ചയിൽ ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിന് ശക്തമായിട്ടുള്ള മറുപടി നൽകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ UAE ഉൾപ്പെടെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. UAE അവരുടെ ഇസ്രായേൽ അംബാസഡറിനെ ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് പ്രതിഷേധം അറിയിക്കുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഖത്തറിന് പിന്തുണയുമായിട്ട് വരുമ്പോൾ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുക, ഇതാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ മുൻപ് നടന്ന ഉച്ചകോടിയിൽ മുൻപ് ഗാസയ്ക്ക് പിന്തുണയുമായി മുൻപൊരു ഉച്ചകോടി അറബ് രാജ്യങ്ങളുടെ ഇടയിൽ നടന്നിരുന്നു. എന്നാൽ ഈ ഉച്ചകോടിയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഉണ്ടാകാതെ ഇസ്രായേലിനെതിരെ നിലപാട് മാത്രം സ്വീകരിച്ച് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ പുതിയ ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെ രീതിയിൽ ഇസ്രായേലിന് തിരിച്ചടി നൽകാം എന്നതിനെ പറ്റിയായിരിക്കും ചർച്ചകൾ നടക്കുക എന്നാണ് സൂചന ലഭിക്കുന്നത്. ഇത്തരത്തിലൊരു തിരിച്ചടി നൽകുകയാണെങ്കിൽ അത് ഏത് തരത്തിലാകും, അതെങ്ങനെയായിരിക്കും മേഖലയിലെ സമാധാനത്തെ ഉൾപ്പെടെ ബാധിക്കുക എന്നുള്ളതെല്ലാം ഉറ്റുനോക്കേണ്ട കാര്യമാണ്. അത് ഇന്ത്യ ഉൾപ്പെടെ ആശങ്കയോടെ നോക്കിക്കാണുന്ന കാര്യമാണ്. കാര്യം ഇപ്പോൾ ഖത്തറിലാണെങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും നിരവധി ഇന്ത്യക്കാരുൾപ്പെടെയുണ്ട്. അപ്പോൾ അവരുടെ കാര്യം ഉൾപ്പെടെ ഇന്ത്യക്ക് കൺസേൺ ഉള്ള കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നേരിട്ട് ഖത്തർ അമീറിനെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. മേഖലയിലെ സുരക്ഷ പുനഃസ്ഥാപിക്കണം, മേഖലയിലെ സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരെയും മോദി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും എല്ലാ കണ്ണുകളും ഇപ്പോൾ നിലവിൽ അടുത്തതായി ഇനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലേക്ക് തന്നെയാണ് ഭവ്യ. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്.